പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് പിണറായി സർക്കാർ ക്ഷണിച്ചിട്ട് എന്ന ജനം TV വാർത്ത ശരിവെച്ച് വിവരാവകാശ രേഖ. ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖയാണ് പുറത്തുവന്നത്. ടൂറിസം വകുപ്പ് സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് പിണറായി സർക്കാർ ക്ഷണിച്ചിട്ട് എന്നുള്ള ജനം TV വാർത്ത ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന വിവരാവകാശ രേഖകളും സൂചിപ്പിക്കുന്നതല്ലേ? രോഹിണി പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ജനം TV പുറത്തു കൊണ്ടുവന്നതാണ്. ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവരികയായിരുന്നു. ആ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ടാണ് അതിനുശേഷം ഇവിടെയുള്ള ദൃശ്യങ്ങളടക്കം ജ്യോതി മൽഹോത്രയ്ക്ക് പകർത്തുന്നതിനുള്ള ഒരു സാഹചര്യം കൂടിയാണ് അതിലൂടെ ഒരുങ്ങുകയും ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങളിൽ കേരളത്തിൽ വന്നപ്പോൾ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം കൊച്ചിയിലെ നാവിക ആസ്ഥാനത്തിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ ഷിപ്പ്യാർഡിൻ്റെ മുൻവശത്തു നിന്നടക്കം ചിത്രങ്ങൾ പകർത്തി എന്ന് വ്യക്തമാവുകയും ചെയ്തു. അങ്ങനെ ഈ ജ്യോതി മൽഹോത്ര പല സ്ഥലങ്ങൾ സന്ദർശിച്ചു. അതെല്ലാം തന്നെ സർക്കാർ ചെലവിലായിരുന്നു എന്നാണ് കൃത്യമായി ഈ വിവരാവകാശ രേഖ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. ഒരു വർഷത്തിലധികം വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഇവിടെ എത്തിച്ചു. അതിന് വലിയ തുകയാണ് സർക്കാർ ടൂറിസം പ്രൊമോഷൻ എന്ന പേരിൽ ചെലവഴിച്ചത്. അങ്ങനെ സർക്കാർ മുഴുവൻ ചെലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു ജ്യോതി മൽഹോത്ര. അവർക്ക് താമസവും ഭക്ഷണം ഒപ്പം തന്നെ ഇത്തരത്തിൽ വ്ലോഗ് ചെയ്യുന്നതിന് പ്രത്യേകമായി തന്നെ ഫീസും എല്ലാം തന്നെ നൽകിയായിരുന്നു മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ഇത് തന്നെയാണ് ഈ RTIയിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ജ്യോതി മൽഹോത്ര എത്തിയിരുന്നു. ഒപ്പം തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ ജ്യോതി മൽഹോത്ര എത്തിയതിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി ജ്യോതി മൽഹോത്ര എത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ ചിത്രീകരണം നടത്തിയിട്ടുണ്ട്, ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നീട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജ്യോതി മൽഹോത്രയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാൻ കഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അവരെ വിളിച്ചു വരുത്തിയത്. അന്ന് അവർ ചാരപ്രവർത്തനത്തിന് പിടിയിലായിരുന്നില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും തന്നെ ഉയർന്നു വന്നിരുന്നില്ല എന്നൊരു ന്യായമാണ് അവിടെ മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ വ്ലോഗർമാർ അവരുടെ പശ്ചാത്തലം പോലും പരിശോധിക്കാതെ കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിരവധി തവണ സന്ദർശനം നടത്തി പാകിസ്ഥാന്റെ പ്രൊമോട്ടർമാരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന അത്തരത്തിൽ വ്ലോഗുകൾ ചെയ്ത ആളെ തന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് അത്തരത്തിൽ അതിൻ്റെ ദുരുദ്ദേശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്ദേശശുദ്ധി തന്നെയാണ് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയും വിവിധ കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയരുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ജ്യോതി മൽഹോത്ര ഇവിടെ എത്തി എന്ന് വ്യക്തമാക്കുന്ന RTI വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് കൃത്യമായി തെളിയിക്കുകയും ചെയ്യുന്നു. ടൂറിസം വകുപ്പ് 2024 ജനുവരി മുതൽ 2025 മെയ് വരെ കൊണ്ടുവന്ന പ്രൊമോഷന്റെ ഭാഗമായി കൊണ്ടുവന്ന ആളുകളിലാണ് ഈ ജ്യോതി മൽഹോത്ര ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നീടാണ് പാകിസ്ഥാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വരുന്നു. ഈ സന്ദർശനത്തിനിടെ പകർത്തിയ ദൃശ്യങ്ങൾ എന്തെല്ലാമാണ്, അത് ആർക്കെല്ലാം കൈമാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം. ടൂറിസം വകുപ്പ് ഇത്തരത്തിൽ ആളുകളെ വ്ലോഗർമാരെ കൊണ്ടുവരുമ്പോൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിലുണ്ടായിട്ടുള്ള വീഴ്ച അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.